ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ഒരു വിജയ തുടർച്ചയും കേരളത്തിലൊരു ഭരണ തുടർച്ചയാണല്ലോ LDF വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ഇത്രയും ദിവസങ്ങൾ ആയി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നത്? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നടത്തിയ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും പൊതുവിൽ ഈ ഗവൺമെൻറ് ഒരു സമരായുധമാണ് ഇന്ത്യയിലെ. അത് ആ നിലയിൽ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണഘടനാ തത്വങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരായി ഒക്കെ തന്നെ ഗവൺമെൻറ് എന്ന രീതിയിൽ തന്നെ ഒരു നിലപാട് ഇന്ത്യക്കകത്ത് സ്വീകരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. മുൻകൈ എടുത്തുകൊണ്ട് അത് സമരമായാലും നിലപാടുകളായാലും നിയമസഭയിലെ പ്രമേയങ്ങളായാലും അല്ലെങ്കിൽ അത്തരം നടപടികൾക്കെതിരായി കോടതിയെ സമീപിക്കുന്ന കാര്യത്തിലൊക്കെ ആയാലും ഒരു സമരായുധമാണ് ആ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് തുടരണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് ആ നിലയിൽ സഞ്ചരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബൃഹത്തായ ഒരിടപെടൽ ഇപ്പോൾ ഞാൻ വടക്കാഞ്ചേരിയിലെ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ എല്ലാ സൗഹൃദങ്ങളും ആ നിലയിൽ തന്നെ സൂക്ഷിച്ചു പോകാൻ പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കാണാൻ കഴിയും. അത് ഈ പദ്ധതികൾക്കൊപ്പം സഞ്ചരിക്കുക തന്നെയായിരുന്നു. ഒരു ദിവസം പോലും വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചെലവഴിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നിയമസഭയുടെ തന്നെ പിന്നെ സംസ്ഥാനത്തിന് പുറത്തുള്ള പരിപാടികളാണെങ്കിലും മണ്ഡലത്തിലെ ഈ പദ്ധതികൾക്കൊപ്പം നിരന്തരമായി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ഘട്ടത്തിലും എന്താണ് ആ പദ്ധതി എന്നുള്ളത് നമ്മുടെ മീഡിയേനെയും ജനങ്ങളെയും അറിയിക്കാൻ വളരെ വിപുലമായും വിശദമായി തന്നെ ആ കാര്യങ്ങൾ പ്രതിപാദിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് സ്വാഭാവികമായും ഈ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധി തന്നെ നിയമസഭയ്ക്കകത്ത് തുടരും എന്ന ഉറപ്പാണ് എനിക്ക് ആ കാര്യത്തിലുള്ളത്. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് വിട്ടിട്ട് അല്ല, ഈ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമാണ്. 2026 ഇപ്പോൾ നമുക്കറിയാലോ, 2016 നിന്ന് 2021 തുടർന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ തൃശ്ശൂരിലെ നമ്മുടെ മൃഗശാല, അത് സുവോളജിക്കൽ പാർക്കായി ഏകദേശം 150 കോടി രൂപ ചെലവഴിച്ച് പുത്തൂരിലേക്ക് മാറി. അപ്പോൾ 40 കൊല്ലം മുമ്പ് മൃഗശാല മാറ്റുന്നതിന് വേണ്ടി യോഗം ചേർന്നിട്ടുണ്ട്. പക്ഷേ മൃഗശാല മാറിയത് 2016, 21, 21, 26 ഈ തുടർ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ 2016, 21 നിർമ്മാണം ആരംഭിച്ചു. 2021, 26 പൂർത്തിയാക്കി. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ലാലൂർ, ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാം, ലാലൂരിലെ സമരം തൃശ്ശൂരെന്നും കാണുന്നതല്ലേ, അത് ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ്റെ പേരിലുള്ള സ്റ്റേഡിയമായി മാറുന്നത് 21 മുമ്പ് ഉദ്ഘാടനം ചെയ്തു, 21 ശേഷം അത് പൂർത്തിയാക്കി. ഇങ്ങനെ നിരവധി പ്രൊജക്റ്റുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും.